ചില ആൾക്കാർ ഒരു ഡോക്ടറെ പോയിട്ട് മരുന്ന് മേടിക്കും. ആ മരുന്ന് ഒരു 2 ദിവസം കഴിക്കും. അയ്യോ രോഗം മാറിയിട്ടില്ല. ഡോക്ടർ കൊടുത്തേക്കണത് 5 ദിവസത്തേക്കായിരിക്കും. ഒരു കോഴ്സ് ഓഫ് മെഡിസിൻ ആയിരിക്കും. 2 ദിവസം കഴിക്കണമെങ്കിൽ രോഗം മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ മരുന്നിട്ടിട്ട് അടുത്ത ഡോക്ടറെ അടുത്ത് പോകും. ആ ഡോക്ടറെ അടുത്ത് മരുന്ന് മേടിക്കും. അതുപോലെ 2 ദിവസം കഴിക്കും. അപ്പോൾ ഇങ്ങനെ നടന്ന് മരുന്ന് കഴിക്കുന്ന കുറേ രോഗികൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെങ്കിലൊക്കെ ഉണ്ടാവും, ഞാൻ ഈ പറഞ്ഞ പോലത്തെ അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ഒരു കാലത്തും എങ്ങും ഉറക്കില്ല, അല്ലെങ്കിൽ എന്നും ഒരു രോഗികളായിരിക്കും. കാരണം എന്താണ്, പൂർണ്ണമായിട്ട് ഒരു ഡോക്ടറെ വിശ്വാസം ഇല്ലാണ്ട് അയാളുടെ മരുന്ന് പൂർണ്ണമായിട്ട് അവർ കഴിക്കുന്നില്ല. അപ്പം ഞാൻ ഈ ഡോക്ടറുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഈ ആത്മീയതയും ഈ ഡോക്ടറും തമ്മിൽ എന്ത് ബന്ധം? ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഞാൻ പറയാൻ വന്നത് വേറെ സംഭവം. ഇപ്പം നമ്മളെ വീട്ടിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ജോലിസിൻ്റെ അടുത്ത് പോയി, അയാൾ കണ്ട് അയാളുടെ പ്രശ്നം നോക്കി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇയാൾക്ക് അത്ര അങ്ങോട്ട് പോരാ, ഇയാൾക്ക് അത്ര അങ്ങോട്ട് പറഞ്ഞ് ശരിയായിട്ടില്ല, അന്ന് അടുത്ത ആൾക്കടുത്തേക്ക് പോവാം. വേറെ ആൾക്കടുത്ത് പോയി, അവിടെ പോയി നോക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് ചിലപ്പോൾ ഒന്ന് മാറ്റി വേറെ 2 കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അവർക്ക് ചെറിയ കൺഫ്യൂഷൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു 2 പേരും തെറ്റാണ്, ഇത് മൂന്നാമത് ഇത്തിരി വളരെ ഹയർ ആയിട്ടുള്ള ആളടുത്ത് പോകാൻ പോയി. അയാൾ മൊത്തത്തിൽ ഇതൊന്നും ആയിരിക്കില്ല പറയുന്നത്, വേറെ കാര്യങ്ങളായിരിക്കും പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേര് പറയണതും എല്ലാം കൂടി ഒന്ന് ആവറേജ് എടുത്തിട്ട് പരിഹാര കർമ്മം പറഞ്ഞിട്ടുണ്ടാകും. പരിഹാരത്തിന് ആ അമ്പലത്തിൽ ഈ കർമ്മം, ഈ കർമ്മം, മറ്റേ അമ്പലത്തിൽ ഇരുന്നത്, ഇതെല്ലാം ചെയ്ത് വലിയൊരു പൈസ ഞങ്ങൾ മുടക്കും. ചിലപ്പോൾ എന്തെങ്കിലും വല്ല കഴുത്തിലിടുന്ന ഏലസോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പറഞ്ഞിട്ടുണ്ടാവും. 3 പേരും പറഞ്ഞിട്ടുണ്ടാവും, മൂന്നെണ്ണം മേടിക്കും. എന്തായാലും നമ്മൾ പോയതല്ലേ, എങ്കിൽ പിന്നെ ഇവർ പറഞ്ഞത് കേട്ടേക്കാം. അപ്പോൾ 3 പേര് പറഞ്ഞ ഏലസും അല്ലെങ്കിൽ 3 പേര് പറഞ്ഞത് 3 പവറുള്ള സാധനം, 3 ശക്തികളിലായിരിക്കും ഇത് പറഞ്ഞേക്കുന്നത്. ആ 3 പറഞ്ഞ കഴുത്തിൽ, പറഞ്ഞ കാതിൽ, അല്ലെങ്കിൽ പറഞ്ഞ അരയിൽ, കയ്യിലൊക്കെ അങ്ങനെ അങ്ങോട്ട് കെട്ടും. ഇതും കെട്ടി അവരങ്ങോട്ട് നടക്കും. അപ്പോൾ എന്താ ഉണ്ടാകുക? അപ്പോൾ ഇത് 3ഉം കൂടി ക്ലാഷായിട്ട് ഇവൻ്റെ പ്രശ്നങ്ങൾ സങ്കീർണ്ണമാവുകയാണ്. ആദ്യമൊക്കെ ഒരു ഇത്തിരി എനർജിയൊക്കെ തോന്നും. ഏലസ് ഉണ്ടാക്കി തന്നാൽ അതിനൊരു ശക്തി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതായിട്ട് നടന്നു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ 3 മാസം ഉണ്ടാവും അതിൻ്റെ ഒരു പവർ. അത് കഴിയുമ്പോൾ ഇത് മൊത്തം നെഗറ്റീവായിട്ട് അടിച്ച് തിരിഞ്ഞ് മൊത്തം ഇപ്പം കറങ്ങിപ്പോവും. കാരണം ഈ 3 സാധനം കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഇത് തമ്മിൽ പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ശക്തി ക്ഷയിക്കുകയും അത് നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും. അങ്ങനത്തെ പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കഴുത്തിലിട്ട് നടക്കുന്ന ആൾക്കാർ. അത് കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും, ഈ 3 പേരും അവന്മാർക്ക് വരില്ല, ബോധമില്ല, അടുത്ത ആളത്തേക്ക് പോകാമെന്ന് വെച്ചാൽ അടുത്ത ആളത്തേക്ക് വരും. അപ്പോൾ ഇതിലൊക്കെ കഴുത്തി കിടപ്പുണ്ട്. അടുത്ത ആളത്തേക്ക് കഴിയുമ്പോൾ അയാൾ പറയും, ഒരു കാര്യം ചെയ്യുക, നമുക്കൊരു യന്ത്രം കൂടെ വെച്ചേക്കാം വീട്ടിൽ, ഒരു യന്ത്രം അവിടെ, ഒരു യന്ത്രം ഇവിടെ, പറഞ്ഞ പൂജാമുറിലും എന്ന് പറഞ്ഞിട്ട് 2-3 യന്ത്രം കൊടുക്കും. ചിലപ്പോൾ അയാൾ യന്ത്രം വിൽക്കുന്ന ഒരാളായിരിക്കും, അയാളുടെ മെയിൻ പരിപാടി യന്ത്രം കൊടുക്കലായിരിക്കുള്ളൂ. അപ്പോൾ അതും കൊണ്ടുവന്ന് വെക്കും വീട്ടിൽ. ഇങ്ങനെ അവൻ്റെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുടെ ആവും. പിന്നെ കൂടാണ്ട് സകലമാന അമ്പലങ്ങളിലും കയറിറങ്ങി നടന്ന് അവിടെ ഉള്ള പ്രതിമയും ഫോട്ടോ ഒക്കെ വായിക്കൊണ്ടിരും വീട്ടിലോട്ട്. അതൊക്കെ കൊണ്ടുവന്ന് അവിടെ അങ്ങനെ നിരത്തും. പൂജാമുറിലും വെക്കാൻ സ്ഥലം ഉണ്ടാകുമ്പോൾ ഈ മുറിയിൽ ആ മുറിയിലൊക്കെ കൊണ്ടുവന്ന് 2 പ്രതിമ ഇവിടെ, 2 പ്രതിമ അപ്പുറത്ത് ഒക്കെ വെക്കും. അപ്പോൾ ഇത് പ്രതിമ വെക്കണമെങ്കിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല കേട്ടോ. ഞാനും പ്രതിമ വെക്കുന്ന ആൾ തന്നെയാണ്. എനിക്ക് ഇഷ്ടമുള്ള പ്രതിമയോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നല്ല ഷേപ്പുള്ള നല്ല എനർജിയുള്ള പ്രതിമ ഉണ്ടായാൽ ഞാനും വാങ്ങുന്ന ആളാണ്. പക്ഷേ അധികമായാൽ അമൃതം വിഷം, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുൻപീടിയെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ എടുത്തുകൊണ്ടുവന്ന് വെള്ളത്തിൽ കളഞ്ഞ ആളാണ്. കുറേ സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് ആത്മീയപാതയിലേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാരുടെ ഒരു രീതിയാണ്, കുറ്റമായിട്ട് പറഞ്ഞതല്ല. പക്ഷേ അതിനകത്തുള്ള ചില സങ്കീർണമായ ചില പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു പോസിറ്റിവിറ്റി അല്ലാതെ നെഗറ്റിവിറ്റിയാണ് പിന്നെ കയറി വരിക. ഒരു ബാധ കയറി വന്നു കഴിഞ്ഞാൽ ഈ ബാധ ഇതുപോലുള്ള അചേതന വസ്തുക്കൾ, അല്ലെങ്കിൽ നമ്മൾ പൊടിയൊക്കെ തുറക്കാണ്ട് പല സ്ഥലങ്ങളിലും ഇരിക്കുന്ന അല്ലെങ്കിൽ കയറിയിരിക്കും ഈ സാധനം. അപ്പോൾ നമ്മളിങ്ങനെ ഭഗവാന്റെ ഫോട്ടോയിൽ എങ്ങനെയാണ് നെഗറ്റിവിറ്റി കയറുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിമയിൽ എങ്ങനെയാണ് നെഗറ്റിവിറ്റി കയറുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷേ ഞാനിപ്പോൾ പലതിലും ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ വെക്കണ വിഗ്രഹം എന്താണ്? കൃഷ്ണൻ്റെ വിഗ്രഹം അല്ലേ. അതിൽ നെഗറ്റിവിറ്റി കയറണം എത്ര കേസ് ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. നമ്മൾ ഫോട്ടോ സ്കാനിങ്ങിൽ മാത്രം റോഡ് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ റോഡ് ഞാൻ വീണ്ടും കാണിക്കാം. നമ്മളിരിക്കുന്ന ഈ റോഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് എൻ്റെ എനർജി നോക്കണമെങ്കിൽ എൻ്റെ നേരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ട കറങ്ങി ഇപ്പുറത്ത് പോകുന്നു കണ്ട. എന്ന് വെച്ചാൽ ഞാൻ ഹൈ എനർജിയിലാണ് ഇരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നെഗറ്റീവ് എനർജിയാണ് എന്നിലുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ ബലമായിട്ട് പിടിച്ച് കാണിച്ചത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും.
കണ്ടാ ക്രോസ് ചെയ്ത് പോകും നെഗറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് വളരെ സെൻസിറ്റീവായൊരു ഉപകരണമാണ്. നമ്മളിത് വീണ്ടും പറയാണ്, ഈ സാധനം നിങ്ങൾ ഒരെണ്ണം മേടിക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഇത് പ്രത്യേക മെറ്റീരിയലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ മെറ്റീരിയൽ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റോക്കില്ല നമ്മുടെ കയ്യിൽ. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കൊടുക്കാനില്ല. ഇത് വളരെ വെയിറ്റ് കുറഞ്ഞൊരു സാധനമാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സംഗതികൾ നമുക്ക് വീട്ടിലുള്ള ഓരോ സാധനങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ വീട്ടിൽ നിന്ന് കളയാനുണ്ടാവും. ഒരുപാട് സാധനങ്ങൾ കളയാനുണ്ടാവും. ഒരു സംശയം വേണ്ട, അത് കളഞ്ഞേ മതിയാവും. കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ എനർജി ശരിയായിട്ട് വരും. അപ്പോൾ ഇതേപോലത്തെ സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ വെക്കുമ്പോൾ മിതമായ രീതിയിൽ വെക്കുക, ആവശ്യമുള്ള വെക്കുക. അതിനെ മെയിൻ്റനൻസ് ചെയ്യുക. വെക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. അതിനെ തുടച്ച് വൃത്തിയാക്കി എപ്പോഴും പൊടിയൊന്നും ഇല്ലാണ്ട് അഴുക്കൊന്നും ഇല്ലാണ്ട് വിളക്കെല്ലാം കത്തിക്കണമെങ്കിൽ അവിടെ കൃത്യമായി വിളക്കെല്ലാം കത്തിച്ച് വെച്ചാൽ ചൈതന്യം ഉണ്ടാവും. അതല്ലെങ്കിലോ നെഗറ്റീവ് എനർജി ആയിട്ട് മാറും. അപ്പോൾ ഇതുപോലത്തെ ALS കാര്യത്തിൻ്റെയൊക്കെ കഥകൾ ഞാൻ പറയാൻ കാരണം അങ്ങനത്തെ കേസുകൾ ഞാൻ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരെണ്ണം ചെയ്തോളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ റോഡ് വെച്ച് അവരുടെ കഴുത്തിലും കയ്യിലുള്ള സാധനങ്ങൾ കഴിപ്പിച്ചിട്ട് റോഡ് വെച്ച് നോക്കും. അപ്പോൾ നെഗറ്റിവിറ്റി അവർക്ക് തന്നെ കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അത്തരം കാര്യങ്ങൾ പരമാവധി വേണോ വേണ്ടെന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എനർജിയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ളൊരു യഥാർത്ഥം, ഒരു പരമാർത്ഥം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ജപം ചെയ്യണ്ടാവും, അല്ലെങ്കിൽ ധ്യാനം ചെയ്യണ്ടാവും. പക്ഷെ നിങ്ങളിരിക്കുന്ന സ്ഥലം ശരിയില്ലെങ്കിൽ, അല്ല ആ വീട്ടിൽ ഇതേപോലെ അചേതന വസ്തുക്കൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന സാധനങ്ങളുണ്ടെങ്കിൽ ഒരു ഗുണമില്ല. നിങ്ങൾക്ക് ആത്മീയ പുരോഗതി ഉണ്ടാവില്ല. ഒരു സംശയവും വേണ്ട. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.